ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ യൂണിറ്റ് 16 ആയിട്ടുള്ള എസ്ര പൗണ്ടിൻ്റെ ദ റിവർ മർച്ചൻറ്റ്സ് വൈഫ് എ ലെറ്റർ എന്നുള്ള പോയമാണ്. സോ പോയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോയത്തിനെ കുറിച്ചുള്ള കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. 1885 എസ്ര പൗണ്ട് ജനിക്കുന്നത്. എസ്ര പൗണ്ട് ഒരു അമേരിക്കൻ പോയറ്റാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ ഇദ്ദേഹം ഒരുപാട് റൈറ്റിങ്സ് പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇമേജിസം എന്നുള്ള ഒരു കാവ്യ ശൈലി സ്റ്റാർട്ട് ചെയ്ത ഒരു തുടക്കത്തിന്, അത്തരത്തിലുള്ള ഇമേജിസം എന്നുള്ള ടേമിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ആയിരുന്നു എസ്ര പൗണ്ട്. എസ്ര പൗണ്ടിൻ്റെ പോയം എന്ന് പറയുന്നത് പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെയധികം ലളിതമായ ലാംഗ്വേജിലാണ് അദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. 1915 എസ്ര പൗണ്ട് ഈ ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ചൈനീസ് പോയമാണ്. ചൈനീസ് റൈറ്ററായിട്ടുള്ള ലീ ബായ് എഴുതിയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണിത്. സോ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ദ റിവർ മർച്ചൻറ്റ്സ് വൈഫ് എ ലെറ്റർ എന്നുള്ള ഈ ഒരു പോയം. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ലേഡി എഴുതുന്ന ഒരു ലെറ്ററാണ്. അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു റിവർ മർച്ചൻ്റാണ്. അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് ദൂരെ പോയതാണ്. സോ ആ ഒരു ഹസ്ബൻഡിനെ കാത്തിരിക്കുന്ന ഒരു വൈഫിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി പോയം. സോ ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ലേഡി പറയാണ്, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത്, മാരേജ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു വ്യക്തിയെ മാരേജ് ചെയ്യുന്ന സമയത്ത് ഭർത്താവ് എന്താണെന്നോ അതുപോലെ തന്നെ ബന്ധം എന്താണെന്നോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രായത്തിലായിരുന്നു എൻ്റെ വിവാഹം എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ ഒരു ഹസ്ബൻഡ് അദ്ദേഹത്തെ അവളെ ആദ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്, വിവാഹത്തിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയത്ത് അവൾക്ക് വലിയ രീതിയിലുള്ള ലജ്ജയും ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്തു എന്നാണ്. കാരണം അവളൊരു കൊച്ചുകുട്ടിയായിരുന്നു ആ ഒരു കാലത്ത്. ഞാൻ 14 വയസ്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഞാൻ നിന്നെ സ്നേഹിച്ചു, ഹസ്ബൻഡിനെ സ്നേഹിച്ചു. ഞാൻ മരിച്ചാലും നിൻ്റെ കൂടെ തന്നെ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ അത്രമേൽ പിന്നെ ഈ ഒരു ലേഡി ആ ഒരു ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ലേഡി പറയാണ്, നീ പോയിട്ട് ഇപ്പോൾ ഒരു 5 മാസമായിട്ടുണ്ട്. സോ ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നീ വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ നോക്കി കാത്തിരിക്കുകയാണ് എന്നാണ് ഈ ഒരു ലേഡി പറയുന്നത്. സോ ആ ഒരു സമയത്തൊക്കെ വരാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ലേഡിക്ക് വളരെയധികം നിരാശയും വിഷമമൊക്കെ തോന്നും. എന്നാലും പിന്നെ ഹസ്ബൻഡ് വരും എന്നുള്ള പ്രതീക്ഷയിൽ അവൾ ഇങ്ങനെ സമയം തള്ളി നീക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ലെറ്ററിൻ്റെ രൂപത്തിലാണ് എഴുതുന്നത്. അപ്പം ഈ ഒരു വൈഫിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കത്ത് രൂപത്തിലാണ് ഈ ഒരു പോയമായിട്ട് പോയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. സോ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടിയിട്ട്, ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ 5 മാസമായിട്ട് പിന്നെ ദൂരെ എവിടെയോ ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് വലിയ രീതിയിൽ ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ട്. അവൾ അവൻ്റെ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വൈഫ് പിന്നെ ഈ ഒരു മാരേജ് 14 വയസ്സിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവെന്നോ സ്നേഹം എന്താണെന്നൊന്നും അറിയാത്ത ഒരു പ്രായത്തിലായിരുന്നു ഈ ഒരു ആളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്ലോലി പിന്നെ അവൾ അവനെ വലിയ രീതിയിൽ സ്നേഹിക്കുകയാണ്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇനി മരിക്കുകയാണെങ്കിലും അവൻ്റെ കൂടെ ആയിരിക്കണം എന്നാണ് അവളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെയധികം ഒരു സൗമ്യമായിട്ടുള്ള ഒരു ഭാഷയിലാണ് പോയറ്റ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു ദുഃഖം, അതുപോലെ തന്നെ സ്നേഹം ഒക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പോയത്തിൻ്റെ മെയിൻ ആശയം എന്ന് പറയുന്നത് പ്രണയം, അതുപോലെ തന്നെ വിരഹം, സെപ്പറേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പിന്നെ അധികമായിട്ടുള്ള ഒരു സ്നേഹം, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി, മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്തുള്ള മാരേജും ആ സമയത്തുള്ള ചിന്തകളും, പിന്നെ കുറച്ചും കൂടി മെച്യൂർഡ് ആയ സമയത്തുള്ള ചിന്തകളൊക്കെയാണ് അതും ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വുമൻ്റെ ജീവിതം,
അതും കാണിക്കുന്നുണ്ട്. ഇത് വളരെയധികം ലളിതമായിട്ടുള്ള ലാംഗ്വേജിലൂടെയാണ് പോയിട്ട് ആവിഷ്കരിക്കുന്നത്. അതുപോലെ തന്നെ ഹോപ്പ്, പ്രതീക്ഷ, ഭർത്താവ് മടങ്ങി വരും, ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ലേഡി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഹോപ്പ് ഒരു തീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. മാത്രമല്ല ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആണ്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര ഒരാൾ വേർപെട്ട് പോയാലും, ഒരാൾ എത്ര റിയൽ ലവ് ആണെങ്കിൽ, എത്ര ദൂരെ ആണെങ്കിലും, അതിൽ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സ്നേഹമാണെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും, അതുപോലെ തന്നെ അത് എത്ര ദൂരത്താണെങ്കിലും കൂടെ ആ ഒരു സ്നേഹം കൂടുക എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാവില്ല എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ലാംഗ്വേജ് വളരെയധികം സിമ്പിളാണ്, പക്ഷേ ഇതിൽ ഇമോഷൻസ് വളരെയധികം ആഴത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.